റിപ്പോർട്ടർ ചാനലിലെ കൺസൾട്ടിംഗ് എഡിറ്റർ ആയിട്ടുള്ള ഡോക്ടർ അരുൺകുമാർ അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് നമ്മൾ പറയുന്നത് സ്ലിപ്പ് ഓഫ് ദി ടങ് എന്ന് പറയുന്ന രീതിയിൽ കഴിഞ്ഞ ദിവസം ഒരു സംഭവം ഉണ്ടായി. അതായത് മീറ്റ് ദി എഡിറ്റർ സംവാദ പരിപാടിക്കിടെയാണ് ഈ സംഭവം നടക്കുന്നത്. സാറ് കണ്ടു കാണും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കോഴിക്കോട് ഹൈലൈറ്റ് മാളിലേക്ക് അവിടെ ബൈമി കോഫി എന്ന് പറയുന്ന ഒരു ഇത് ഉദ്ഘാടനം ചെയ്യാനായിട്ട് നമ്മുടെ മുഖ്യമന്ത്രി വി ഡി സതീശൻ പോയതുമായി ബന്ധപ്പെട്ടിട്ടാണ്. അദ്ദേഹം അരുൺകുമാർ പറഞ്ഞത് ഒരു കാപ്പിക്കട ഉദ്ഘാടനം ചെയ്യാനായിട്ട് മുഖ്യമന്ത്രി പോയി എന്നുള്ളതായിരുന്നു. എന്നിട്ട് അദ്ദേഹത്തെ നഖശിഖാന്തം വിമർശിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ഒരു അബദ്ധം എന്ന് പറയുന്നത് ആദ്യമായിട്ടല്ല അരുൺകുമാറിന് സംഭവിക്കുന്നത്. ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ തിരക്കുകൾക്കിടയിൽ അതിനെക്കുറിച്ച് പഠിക്കാൻ പറ്റാത്തത് കൊണ്ടായിരിക്കാം. എന്തുകൊണ്ടാണ് ബൈ കോഫി എന്ന് പറയുന്ന സംരംഭം എന്താണെന്നുള്ളത് ആദ്യം എനിക്ക് പറഞ്ഞു തരണം. രണ്ടാമത്, എന്തുകൊണ്ടാണ് അരുൺകുമാറിന് ഇത്തരത്തിലുള്ള അബദ്ധങ്ങൾ പറ്റുന്നത്? അല്ല, അത് അരുൺകുമാറിന് പറ്റിയതൊരു വലിയ അബദ്ധമൊന്നുമല്ല. ഒരു ചെറിയ കാര്യമാണ്. അതിന്റെ പ്രധാനപ്പെട്ട കാര്യം എനിക്ക് തോന്നുന്നത്, ഞാൻ വീഡിയോ പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് സംശയമുണ്ട്. ഞാൻ എന്താണെങ്കിലും ചില ആളുകളോട് സംസാരിക്കുമ്പോൾ ഞാനും പറഞ്ഞിട്ടുണ്ട്, ഇത് കോഫി ഷോപ്പ് ഉദ്ഘാടനം ചെയ്യാൻ പോയതാണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അതിന്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഈ അരുൺകുമാറിന്റെ മുമ്പിലേക്ക് എത്തുന്നത് മറ്റേ മുഖ്യമന്ത്രിയുടെ പ്രോഗ്രാമിന്റെ ചാർട്ട് മാത്രമാണ്. അപ്പൊ ആ ചാർട്ടിൽ ഈ ബൈ മീ എ കോഫി എന്ന് പറയുമ്പോഴേക്കും ഒരാളെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്നൊരു കോഫി ഷോപ്പാണെന്ന് പറയുന്ന ഒരു തോന്നൽ ഉണ്ടാവും. അപ്പൊ ഞാൻ സത്യം പറഞ്ഞ അരുൺകുമാറൊക്കെ പറഞ്ഞത് കേട്ടിട്ടാണ് ഞാനിത് കോഫി ഷോപ്പാണ്. അപ്പോഴും എനിക്ക് ഈ ബൈമിയ കോഫി എന്നുള്ളത് എന്റെ മൈൻഡിലേക്ക് വന്നിട്ടില്ല. സത്യത്തിൽ ഈ ബൈമിയ കോഫി എന്നുള്ളത് എന്താണെന്ന് എനിക്ക് നേരത്തെ അറിയാം. ഇപ്പോഴല്ല, എനിക്ക് നേരത്തെ അറിയാം. ഞാൻ ഈ ബിസിനസ് ഒക്കെ അത്യാവശ്യം ശ്രദ്ധിക്കുന്ന ഒരാളായതുകൊണ്ട് എനിക്കത് നേരത്തെ അറിയാം. പക്ഷെ ആളുകൾക്ക് പലപ്പോഴും ചിലൊരു റിലേ കെട്ടാവുന്ന അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. ഇപ്പൊ ഞാൻ ഉദാഹരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ടൈം എന്ന് പറയുന്ന ഒരു എൻട്രൻസ് കോച്ചിങ് സ്ഥാപനം. ഓക്കെ, ആ സ്ഥാപനത്തിലേക്ക് ഒരു തവണ ഒരാൾ കയറി വന്നിട്ട്, പെരുമ്പാവൂർ ഓഫീസിലേക്ക് കയറി വന്നിട്ട് ഒരു പുള്ളി വാച്ച് അഴിച്ചു തന്നിട്ടുണ്ട്. സാർ, ഈ വാച്ചിന് ഒരു ചെറിയ കുഴപ്പമുണ്ട് എന്നിട്ട് അവിടുത്തെ ഹെഡിനോട് പറഞ്ഞിട്ട്, അപ്പൊ ഈ ഒരു 88 മാസമായ പുള്ളിക്കാരെ അവിടെ ഇരിക്കും, വാച്ചിന് കുഴപ്പമുണ്ട്, എന്ത് പറ്റി സാർ എന്നൊക്കെ ചോദിച്ചു അയാളോട് വളരെ ബഹുമാനത്തോട് സംസാരിച്ചു. പക്ഷെ അപ്പോഴും ഇവർക്ക് മനസ്സിലാവുന്നില്ല, കാരണം ടൈം എന്ന് പറയുന്നത് വാച്ചിന്റെ കടയാതാണ് എന്ത് ചെയ്ത് വിചാരിച്ചിരിക്കണം. മനസ്സിലായി? ടൈം എക്സ്, ടൈം ഇത് എന്നൊക്കെ പറയുമ്പോൾ വാച്ചിന്റെ കടയാന്ന് പാവം മനുഷ്യൻ. അയാൾക്ക് അറിവില്ലാത്ത ഒരാളല്ല, പക്ഷെ അയാൾ അത് കൂടുതൽ ശ്രദ്ധിച്ചിട്ടില്ല, അത്രേ ഉള്ളൂ. അതുപോലൊരു ശ്രദ്ധക്കുറവ് ഉണ്ടായി എന്ന് മാത്രമേ ഉള്ളൂ ഈ പറയുന്ന അരുൺകുമാറിന്റെ കാര്യത്തിൽ. അല്ലാതെ അതൊരു വലിയ മിസ്റ്റേക്കോ കാര്യമൊന്നുമല്ല. കാരണം അടിസ്ഥാനപരമായ കാര്യം എന്ന് പറഞ്ഞാൽ ഇതൊരു തന്ത്രമാണ്. ആ തന്ത്രം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് ശരിക്കും പറഞ്ഞാൽ യഥാർത്ഥ പ്രശ്നം എന്താണ് എന്നുള്ളതിൽ നിന്ന് വഴിതിരിച്ചു വിടാനും, ഇത് കാപ്പിക്കടയല്ല എന്ന് പറഞ്ഞുകൊണ്ട് ആരെങ്കിലും അപഹസിച്ചുകൊണ്ട് ഹാ 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 എന്ന് പറഞ്ഞ് ചിരിക്കാനും ഒക്കെയുള്ള ഒരു പണിയാണ്. അല്ലാതെ ഇതിനകത്ത് വലിയ കാര്യമൊന്നുമില്ല. പക്ഷെ ഇതിനു മുമ്പ് അദ്ദേഹത്തിന് ഇതുപോലുള്ള അബദ്ധങ്ങൾ ഇതിനു മുമ്പ് പറ്റിയത് കുറച്ചുകൂടി സീരിയസ് ആയിട്ടുള്ള അബദ്ധമാണ്. അത് ഞാൻ തന്നെ വിമർശിച്ചിട്ടുണ്ട്. അദ്ദേഹം നേരത്തെ മറ്റേ ഒരു നമ്മുടെ ഇവിടെ ഉണ്ടായ യൂണിവേഴ്സിറ്റിക്ക്, ജെയിൻ യൂണിവേഴ്സിറ്റിയുടെ മറ്റേ ഒരു 50 കൊല്ലം കഴിയുമ്പോഴുള്ള പേപ്പർ എങ്ങനെയായിരിക്കും എന്നുള്ളത് എടുത്തു വെച്ചുകൊണ്ട് അദ്ദേഹം വായിച്ചു. അത് അദ്ദേഹം കുറെ കൂടി ശ്രദ്ധിക്കേണ്ടതായിരുന്നു. പക്ഷേ ഇതൊക്കെ പറയുമ്പോഴും ശരിയാണ്, ശ്രദ്ധിക്കേണ്ടതായിരുന്നു എന്നൊക്കെ പറയുമ്പോഴും, ഒരു ക്യാമറകൾ നിൽക്കുന്നു, ലൈവ് നിൽക്കുന്നു, ഒരു മനുഷ്യൻ രാവിലെ 6 മണിക്ക് എഴുന്നേറ്റ് ഒരു പണി തുടങ്ങുന്നു എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഒരു പേപ്പർ എടുത്ത് നോക്കുമ്പോൾ പേപ്പറിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടാവും എന്നുള്ളത് മുഴുവനായിട്ടൊന്നും വായിക്കാൻ അവിടെ നിന്ന് സമയം ഇല്ല. ഈ വിമർശനം ഉന്നയിക്കുന്നവർ തന്നെ പറയുമോ മുഴുവനായിട്ട് ആ പത്രം വായിച്ച് അരുൺകുമാർ ഇതുപോലെ പറയുമോ? ഇല്ല. അത് ആ സമയത്ത് പത്രം കയ്യിലേക്ക് ഇടുന്നു, പത്രം എടുക്കുന്നു, സ്വാഭാവികമായിട്ടും എന്ത് ചെയ്തു വായിക്കുമ്പോൾ ശരിയാണ്, ഒരു ലോജിക്കലി തിങ്ക് ചെയ്യേണ്ടതാണ്. ഇത് ഈ ക്യാമറകളും ഒരു പ്രോഗ്രാമിന്റെ നടുക്കും ഒക്കെ നിൽക്കുമ്പോൾ ചിലപ്പോൾ പലപ്പോഴും അത് എന്ത് ചെയ്യില്ല, സാധിക്കില്ല, അത്രേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ ആരെങ്കിലും അരുൺകുമാർ ഒരു വിവരമില്ലാത്ത ആളാണോ, ഒന്നും അറിയാത്ത ഒരാളാണോന്നൊന്നും പറയില്ല. ഈ ബൈബിയ കോഫി തന്നെ ഒന്ന് തെറ്റിപ്പോയെങ്കിൽ അത് എന്താണെന്ന് അദ്ദേഹം അന്വേഷിച്ച് കണ്ടുപിടിക്കുകയും ഇപ്പൊ അദ്ദേഹം തന്നെ അത് എന്റെ മിസ്റ്റേക്ക് ആണെന്നൊക്കെ പറയുകയും ചെയ്തിട്ടുണ്ട്. യഥാർത്ഥ പ്രശ്നം എന്താ പ്രജിത? യഥാർത്ഥ പ്രശ്നം മുഖ്യമന്ത്രി അന്നത് ഉദ്ഘാടനം ചെയ്യാൻ പോകാമായിരുന്നു എന്നുള്ളതാണ്. ആ പ്രശ്നത്തിന് ഇപ്പോഴും ആരും മറുപടി പറയുന്നില്ല. യഥാർത്ഥത്തിൽ ഈ മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനത്തിൽ ഒരു മാധ്യമ പ്രതിനിധി വന്നു നിന്ന് കൃത്യമായിട്ടൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ആ ചോദ്യം പുള്ളി നൈസായിട്ട് അങ്ങ് സ്കിപ്പ് ചെയ്തു. ഏത്? ആ ചോദ്യം ചോദിക്കുന്നത്, താങ്കൾ അന്ന് മലപ്പുറത്ത് ഉണ്ടാവുകയും അവിടുന്ന് കോഴിക്കോടേക്ക് പോവുകയും ചെയ്തപ്പോൾ താങ്കൾ പോയ വഴിയിൽ നിന്നും ഒരു അരമണിക്കൂർ യാത്ര ചെയ്താൽ 5 പേർ മരണപ്പെട്ടിട്ടുള്ള സ്ഥലമുണ്ടായിരുന്നു, താങ്കൾക്ക് അവിടെ ചെന്ന ആളുകളെ ഒന്ന് വിസിറ്റ് ചെയ്യാമായിരുന്നില്ല എന്ന് ചോദിച്ചപ്പോൾ പുള്ളിയുടെ മറുപടി എന്തായിരുന്നു അറിയോ? ദേ, അവിടെ നിന്ന് പ്രസംഗിക്കാതെ ഇവിടെ നിന്ന് പ്രസംഗിച്ചു. ഇത് മാധ്യമങ്ങൾ വഴി വാർത്തയാക്കുന്നില്ല. ഇത് നരേന്ദ്രമോദിയുടെ അതേ തന്ത്രമാണ്. നരേന്ദ്രമോദി ഇവിടെ വന്ന്
മറ്റേ വേണമെങ്കിൽ ചായ വിൽക്കാമെന്ന് മണിശങ്കർ അയ്യർ പറഞ്ഞപ്പോൾ ഉടനെ തന്നെ ചായവാല ആ പിടികിട്ടി അതുമ്മേ കയറി പിടിക്കാന്ന് വിചാരിച്ചിട്ട് ചായവാല എന്റെ ഫാദർ ചായ വിറ്റിരുന്നു അതുകൊണ്ട് എന്ത് ചെയ്താണ് ചായ ഫാദർ റെസ്റ്റോറന്റ് എടുത്താണ് ചോദിച്ചാ ഉം. നരേന്ദ്രമോദിയുടെ ഫാദർ ഒരു റെസ്റ്റോറന്റ് ഉം. അടുത്താണ് ചോദിച്ചാ അന്ന് നരേന്ദ്രമോദി മറ്റേ കോട്ട് സൂട്ടും ഒക്കെ ഇട്ടുള്ള ഫോട്ടോ ആയിട്ട് പുറത്തു വന്നിട്ടുണ്ട്. ഏത് ഇതിന്റെ എന്ന് പറഞ്ഞാൽ നരേന്ദ്രമോദി അത്രത്തോളം താഴ്ന്ന ചായ കൊണ്ടു നടന്ന് വിൽക്കുന്ന ഒരു ആളോ ഒന്നും ആയിരുന്നില്ല എന്നുള്ളതാണ് കാര്യം പറയുന്നത്. അപ്പൊ നമുക്കറിയില്ല ഇതൊരു തന്ത്രമാണ്, അതല്ലാതെ ഇതിന്റെ അപ്പുറത്തേക്ക് വേറെ കഥയൊന്നുമില്ല. ഇനി ബൈമിയ കോഫി എന്താണെന്ന് ഞങ്ങൾ പറയണം എന്ന് പറഞ്ഞു. ബൈമിയ കോഫി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഒരു വലിയ കോൺസെപ്റ്റ് ആണ്. അത് ഇവിടെ കോഴിക്കോടുള്ള ഒരു ചേട്ടൻ വഴിയും അവര് പിന്നീട് എൻ്റെ ഇത് യു കെയിലാണ് അവര് കുറച്ച് കാലം ജോലി ചെയ്ത്. അപ്പൊ യു കെയിലും ബാക്കിയുള്ള സ്ഥലങ്ങളിലും ഒക്കെ നമ്മുടെ ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ടിപ്പ് കൊടുക്കുക എന്ന് പറയുന്ന ഒരു ഔദാര്യമായിട്ടാണ് കാണുന്നത്. പക്ഷെ അങ്ങനെ ഒരു ടിപ്പിംഗ് കൾച്ചർ ഭയങ്കരമായിട്ട് വിദേശത്തൊക്കെ ഉണ്ട്. ഇപ്പൊ നമ്മള് ഇപ്പൊ താങ്കൾ അറിയേണ്ടത് നമ്മുടെ ഇവിടെ നിന്ന് ഒരുത്തൻ ഇപ്പൊ ഒരു മാജിക് റോട്ടിൽ നിന്ന് കാണിച്ചിട്ടുണ്ടെങ്കിൽ അവനൊരു പിച്ചക്കാരനായിട്ടൊക്കെ നമ്മൾ എന്ത് ചെയ്യുള്ളൂ കാണുള്ളൂ. അല്ലെങ്കിൽ നമ്മളൊരു മനോഹരമായ നൃത്തം ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു ഡാൻസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു റിങ്ങിട്ട് പിടിക്കുന്നു, ഇത്തരത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്താൽ ആ പ്രകടനത്തിൽ നമ്മൾ അത്ര വിലമതിക്കില്ല. പക്ഷെ നിങ്ങളിപ്പോൾ ഒരു ന്യൂയോർക്കിലേക്കാണ് പോകുന്നതെങ്കിൽ അതിന്റെ തെരുവോരങ്ങളിൽ നിന്ന് പോലും നിങ്ങൾ നന്നായി ഗിറ്റാർ വായിക്കുന്ന ഒരാളാണെങ്കിൽ, നിങ്ങൾ നന്നായി ചിത്രം വരയ്ക്കുന്ന ഒരാളാണെങ്കിൽ ആളുകൾ അതിനെ റെസ്പെക്ട് ചെയ്യുകയും നിങ്ങൾക്ക് അവർ വലിയ പണം തരികയും ചെയ്യും. മനസ്സിലായോ? അതുകൊണ്ട് സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു കൾച്ചർ നമ്മുടെ ഇവിടെ ഇല്ല, മറ്റു വിദേശ രാജ്യങ്ങളിലൊക്കെ ഉണ്ട്. അപ്പൊ അതുപോലെ തന്നെ ടിപ്പ് അവിടെ ഒരു കൾച്ചറാണ്. ആ ടിപ്പിൽ ആളുകൾക്ക് പ്രശ്നമില്ല. അപ്പൊ അതുകൊണ്ട് പലപ്പോഴും അവിടെ ബൈമിയെ കോഫി അല്ലെങ്കിൽ ബൈമിയെ ബിയർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എനിക്കൊരു ടിപ്പ് തരുമോ എന്നാണ് അതിന്റെ ഇൻഡയറക്റ്റ് മീനിങ് എന്ന് പറഞ്ഞാൽ. അല്ലാതെ കാപ്പി തരുമോന്ന് ചോദിച്ചാൽ നാളെ 50 പേരും കൂടി കാപ്പി മേടിച്ചു കൊടുത്താൽ അയാൾ ഇവിടെ കുടിക്കാനാണ്. അപ്പൊ അത് ഒന്നാമത്തെ അവിടെയൊക്കെ കോഫി എന്ന് പറയുന്നത് മിക്കവാറും സ്ഥലങ്ങളിൽ മറ്റേ അൺലിമിറ്റഡ് ആയി കിട്ടുന്ന സാധനമാണ് മിക്കവാറും കോഫി. അപ്പൊ അതുകൊണ്ട് അതിന്റെ ഒരു കാര്യമാണ്. അപ്പൊ ഈ ബൈമിയ കോഫി എന്ന് പറയുന്ന അല്ലെങ്കിൽ ബൈമിയ ബിയർ എന്നൊക്കെ പറയുന്ന അങ്ങനെ ഒരു കോൺസെപ്റ്റ് ആണ്. ആ കൺസെപ്റ്റ് ഇവർ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്നു. എങ്ങനെ? ഇവരുടെ യോഗ ക്ലാസ്സുകൾ, ഡാൻസ് ക്ലാസ്സുകൾ, ബാക്കിയുള്ള ഇതൊക്കെ നടത്തുന്ന ഓൺലൈൻ വഴി നടത്തുന്ന ആളുകൾക്ക് മിക്കവാറും അതിൽ നിന്ന് വലിയ വരുമാനമൊന്നും കിട്ടില്ല. ഇപ്പൊ യൂട്യൂബ് വീഡിയോ ഇട്ടാലും ഒരു 1000 വ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ പോലും $1, $1.5 മാക്സിമം എന്ത് ചെയ്യുള്ളൂ കിട്ടുള്ളൂ. ഒരു ലെങ്തി വീഡിയോ ഒക്കെ ആണെങ്കിൽ $2-3 കിട്ടുള്ളൂ. അപ്പൊ അതിന് പകരം എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രിയപ്പെട്ട ആളുകൾക്ക് നമുക്ക് ടിപ്പ് കൊടുക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കാന്ന് വെച്ചാൽ അതിലിപ്പോ യൂട്യൂബിലൊക്കെ തന്നെ അത്തരത്തിലുള്ള പല ഓപ്ഷൻസും ഒക്കെ ഉണ്ട്, മെമ്പർഷിപ്പ് എടുക്കാൻ ബാക്കിയുള്ള കാര്യങ്ങൾ. അപ്പൊ ഇവരത് കുറച്ചുകൂടി ഒരു വലിയ കൺസെപ്റ്റ് ആക്കി ബൈമിയ കോഫി എന്ന് പറയുന്ന ആ ഒരു പോർട്ടൽ അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്തിട്ട് ആ രജിസ്റ്റർ ചെയ്ത ലിങ്ക് എടുത്ത് നമുക്ക് അതിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ ബൈമിയ കോഫിയിലേക്ക് നമുക്ക് നമുക്ക് പേയ്മെന്റ് നടത്താൻ പറ്റും. പേയ്മെന്റ് നടത്തുമ്പോൾ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു $5 ആണ് എന്ന് പറയുമ്പോഴേക്കും നിങ്ങൾ അറിയേണ്ടത് 500 രൂപയായി. ഒരു കോഫി എന്ന് പറയുന്നത് $5 ആണ്. അപ്പൊ 10 കോഫി വാങ്ങിച്ചു കൊടുക്കാന്ന് പറഞ്ഞാൽ എത്രയായി? $50 അപ്പൊ അത് വലിയ എമൗണ്ട് ആണ്. 5000 രൂപയാണ് എന്ത് ചെയ്യുന്നത് കൊടുക്കുന്നത്. അപ്പൊ അത് കൊടുക്കാനുള്ള സിസ്റ്റംസ് ഉണ്ടായി. അത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരെ അതിന്റെ ഒരു ചെറിയ ശതമാനം ഇവരെടുത്തിട്ട്, അതായത് ഇവർക്ക് റണ്ണിങ് കോസ്റ്റ് ആയിട്ടുള്ള ഒരു 10% ഇവരെടുത്തിട്ട് ബാക്കിയുള്ളത് ഇവര് നേരെ അവർക്ക് കൊടുക്കും. അപ്പൊ അതെന്താ വെച്ചാൽ ഈ ബൈമിയ കോഫി എന്ന് കേൾക്കുമ്പോൾ ആളുകൾക്ക് അറിയാം ഇതാണ് എന്നുള്ളത് അറിയാം. അപ്പൊ ആ പേര് ഭയങ്കര അഡ്വാൻറ്റേജ് ആയവർക്ക് ഒന്ന്. രണ്ടാമത്തേത് ഇതിന് വലിയ മാർക്കറ്റിംഗ് ഒന്നും കൂടാതെ ഇത് അങ്ങോട്ട് പച്ച പിടിച്ചു. കാരണം എന്താ വെച്ചാൽ നിരവധി ആളുകൾ ഇതിൽ രജിസ്റ്റർ ചെയ്യുകയും അങ്ങനെ എക്സ്ട്രാ എമൗണ്ട് ഉണ്ടാക്കാൻ തുടങ്ങുകയും അങ്ങനെ എക്സ്ട്രാ എമൗണ്ട് നല്ലതായി കിട്ടുകയും ഒക്കെ ചെയ്തപ്പോൾ തന്നെ ആളുകൾക്ക് ഭയങ്കര സന്തോഷം ഉണ്ടായി. അപ്പൊ അതില് നമുക്ക് ഒരു കാര്യം കൂടി ഉണ്ടല്ലോ, ഇപ്പൊ ഇതിൽ എമൗണ്ടിന്റെ മാത്രം കാര്യമല്ല ഇത്. ഇപ്പൊ സ്വാഭാവികമായിട്ട് ഇപ്പൊ എന്റെ ചാനലിൽ ഞാൻ സബ്സ്ക്രിപ്ഷൻ വെച്ചിട്ടുണ്ട്. അപ്പൊ ഒരാൾ അങ്ങനെ എടുക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു സൂപ്പർ ഈ പറയുന്ന പോലെ സൂപ്പർ എന്ന് പറഞ്ഞിട്ട് 40 rupees ഒക്കെ ചിലപ്പോൾ ആളുകൾ നമുക്ക് എന്ത് ചെയ്ത് തരും, മനസ്സിലായ? സൂപ്പർ ഗിഫ്റ്റ് എന്നൊക്കെ പറഞ്ഞ ആളുകൾ ഇട്ട് തരും, 20 rupees ഒക്കെ ഇട്ട് തരും. പക്ഷെ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. അതായത് നമുക്ക് 20 rupees കൊണ്ട് നാളെ MG റോഡിൽ സ്ഥലം മേടിക്കാൻ പറ്റുമോ, സെക്രട്ടേറിയറ്റിന്റെ അകത്ത് വീട് പണിയാൻ പറ്റുമോ എന്ന് വിചാരിച്ചിട്ടില്ല, ഒന്നും കാര്യമില്ല. പക്ഷെ എങ്കിലും നമ്മളൊരാൾ കണ്ടിട്ട്, നമ്മളൊരു വീഡിയോ കണ്ടിട്ട് അയാൾ അട്രാക്റ്റഡ് ആയി നമുക്കൊരു ഗിഫ്റ്റ് ₹1 1 രൂപ പോലും തരുന്നു എന്ന് പറയുമ്പോൾ ഒരു ഹാപ്പിനെസ് ഉണ്ട്. അപ്പൊ അതിനുവേണ്ടി നിരവധി ആളുകൾ ഇതുപോലെ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ അവരുടെ ക്ലയന്റ് ലിസ്റ്റിൽ ഒരുപാട് വലിയ ആളുകളുണ്ട്. ആർണോൾഡ് ഷ്വാസ്നഗറുടെ ഒക്കെ ഭാര്യയൊക്കെ അടക്കമുള്ള ആളുകളൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെ ചെയ്യുന്ന ഒരു ആപ്പാണ് വളരെ ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്. അപ്പൊ അതിനകത്തേക്ക് പിന്നീട് ഞാനിപ്പോ അതിന്റെ ഡീറ്റെയിൽസിലേക്കൊന്നും പോകുന്നില്ല, പിന്നീട് നിരവധി ഇൻവെസ്റ്റ്മെന്റും ഒക്കെ വന്നിട്ടുണ്ട്. അവര് US ബേസ്ഡ് ആയിട്ടാണ് കമ്പനി തുടങ്ങിയേക്കുന്നത്. അതിന്റെ ഓഫീസ് 10-20 രാജ്യങ്ങളിലുണ്ടെന്നാണ് അവർ പറയുന്നത്. എനിക്ക് അത്രത്തോളം ഉണ്ടെന്ന് എനിക്ക് സംശയമുണ്ട്. പക്ഷെ എങ്കിലും ഇവിടെ ഒരെണ്ണം കോഴിക്കോട് അവർ
തുടങ്ങിയിട്ടുണ്ട്. അവരുടെ ഒരു മേജർ ഓഫീസായിട്ട് തന്നെയാണ് അവർ തുടങ്ങിയേക്കുന്നത്. ആ ഓഫീസ് യഥാർത്ഥത്തിൽ ആ ദിവസം എന്ന് പറഞ്ഞാൽ ആ ഓഫീസ് ഇപ്പൊ സ്വർണ്ണക്കടയൊക്കെ ഇവിടെ വേണോന്ന് ചോദിച്ചാൽ വ്യവസായങ്ങളൊക്കെ വേണം, അതിനൊന്നും തെറ്റില്ല. പക്ഷെ അതൊക്കെ ആ ദിവസം തന്നെ ഇപ്പൊ മുഖ്യമന്ത്രി പോയി ഉദ്ഘാടനം ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നും ഇല്ല. മുഖ്യമന്ത്രി പറഞ്ഞാൽ മതി, തൽക്കാലം നിങ്ങൾ എന്ത് ചെയ്തോ, നിങ്ങളുടെ മാതാപിതാക്കളൊക്കെ വെച്ച് അങ്ങോട്ട് ഉദ്ഘാടനം ചെയ്തോ, ഓക്കെ സമയം ഇതാണെങ്കിൽ ഉദ്ഘാടനം ചെയ്തോ, അല്ലെങ്കിൽ നിങ്ങൾ 3 ദിവസം മാറ്റി വെക്ക്, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉദ്ഘാടനം ചെയ്തോ, ഞാൻ എപ്പോഴെങ്കിലും വന്ന് നിങ്ങളെ കേരളത്തിന്റെ മുഖ്യമന്ത്രി അവിടെ ചെന്നിട്ട് അവരെ അനുമോദിക്കുകയും അവരെ നല്ല സംരംഭമാണെന്ന് പറയുകയും ലോകം മുഴുവനുള്ള ഒരു സംരംഭമാക്കി മാറ്റുകയും ചെയ്തു. അവർക്ക് ഏതാണ്ട് 600 കോടി രൂപയുടെ ഗ്രോസ് റവന്യൂ ഉണ്ട്. ഈ ഗ്രോസ് റവന്യൂ എന്ന് പറഞ്ഞാൽ ഇവരുടെ റവന്യൂ അല്ല കേട്ടോ. അത് 600 കോടി രൂപ ഇങ്ങനെ മുഴുവൻ ആളുകളിൽ നിന്ന് കിട്ടുകയും അത് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ കൊടുക്കുകയും ചെയ്യുന്നതിന്റെ ഒരു ചെറിയ പെർസെന്റേജ് ഇവർക്ക് എന്തുള്ളൂ, റവന്യൂ ഉള്ളു. അപ്പൊ അതില് 2015 തുടങ്ങിയിട്ട് 3 കൊല്ലം 4 കൊല്ലത്തോളം അവർക്ക് ശമ്പളം കൊടുക്കാനുള്ള കാശ് പോലും ഉണ്ടായില്ല. അപ്പൊ അങ്ങനെ അവര് ഗ്രോ ചെയ്ത് വന്നതാണ്. അപ്പൊ അത്തരത്തിലുള്ള ഒരു കൺസെപ്റ്റാണിത്. ആ കൺസെപ്റ്റ് നല്ലതാണോ ചീത്തയാണോ, അത് കാപ്പിക്കടയാണോ ഇല്ല എന്നുള്ളതൊന്നും അല്ല പ്രശ്നമുള്ളത്. പ്രശ്നം റജീന എന്ന് പറയുന്ന ഒരു അമ്മയെ തേടി മണ്ണിനടിയിൽ ആളുകൾ തെരഞ്ഞുകൊണ്ടിരിക്കുമ്പോ നമ്മുടെ വീട്ടിലെ കാരണവരായിട്ടുള്ള മുഖ്യമന്ത്രി നിങ്ങൾ എന്തിനാണ് ഇത് ഉദ്ഘാടനം ചെയ്യാൻ പോയതെന്നാണ് പ്രശ്നം. മനസ്സിലായോ? ഇവിടെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, അമൃത ഹോസ്പിറ്റലിൽ ഒരു ഡോക്ടർ നമ്മുടെ തൊട്ടടുത്തുള്ള പുള്ളി രക്ഷപ്പെട്ടു. പുള്ളിക്ക് മറ്റേ ബൈപ്പാസ് സർജറി നടത്താൻ വേണ്ടി ഓപ്പറേഷൻ തിയേറ്ററിൽ കിടത്തിയപ്പോൾ അയാളുടെ അമ്മ മരിച്ചു എന്ന് പറഞ്ഞ് പോകണമെന്ന് പറഞ്ഞപ്പോൾ പുള്ളി എന്ത് ചെയ്ത്, അതിനു മുമ്പ് പറഞ്ഞ് ഈ ബൈപ്പാസ് സർജറി നടത്തിയില്ലെങ്കിൽ ആള് തട്ടിപ്പോകുന്നതാണ്. പുള്ളി എന്തെന്ന് വെച്ചാൽ നേരെ ബൈപ്പാസ് സർജറി അമ്മ മരിച്ചു എന്ന് പറഞ്ഞ് പോകണമെന്നത്തേക്ക് പുള്ളി അയ്യോ ബൈപ്പാസ് സർജറി ഇന്നല്ല, നമുക്ക് ഒരാഴ്ചത്തേക്ക് മാറ്റി വെക്കാന്ന് പറഞ്ഞ് എന്ത് ചെയ്തു, മാറ്റിവെച്ച ആളെന്ന് പറയുന്നത് പിന്നെ ഏതോ ആയുർവേദ ട്രീറ്റ്മെന്റ് ഒക്കെ എടുത്ത് അയാൾ എന്ത് ചെയ്തു, ഇത് വേണ്ടെന്ന് വെച്ചു, ഈ ബൈപ്പാസ് സർജറി വേണ്ടെന്ന് വെച്ച് പുള്ളി ഇന്നും ജീവിച്ചിരിക്കുന്നുണ്ട്. RMS ജീവനക്കാരനാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ അത്തരം ഒരു അവസ്ഥയാണ് കേരളത്തിൽ ഉണ്ടായത്. അതിന്റെ പ്രയോറിറ്റി മുഖ്യമന്ത്രി പാലിക്കണം എന്നുള്ളതാണ് കാര്യം. ഇതങ്ങാട് മാറ്റിവെച്ചുകൊണ്ട് അരുൺകുമാർ എന്ന ലോകത്തിലുള്ള ഈ പറയുന്ന ലോകത്തിലുള്ള കമ്പനികൾ മുഴുവൻ അറിയാവുന്ന ആളാണോ? ഈ പറയുന്ന ആളുകൾക്ക് എത്ര പേർക്ക് മെക്കൻസി എന്ന് പറയുന്ന കമ്പനി അറിയാം? എത്ര പേർക്ക് അറിയാം? ലോകത്തിലെ ഏറ്റവും വലിയ ബിസിനസ് കൺസൾട്ടൻസി ഫേമാണ്. എത്ര പേർക്ക് അറിയാൻ പറ്റും? എന്റെ പൊന്നു പ്രജ, ഞാൻ ചോദിക്കട്ടെ, MBA കഴിഞ്ഞു വന്ന എത്ര പേർക്ക് ഈ മെക്കൻസി കേട്ടിട്ടുണ്ടെന്ന് അറിയാം? ഞാൻ എന്റെ ഓഫീസിൽ എത്ര പേരെ അപ്പോയിന്റ് ചെയ്തു? ഞാൻ ആദ്യം ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ ഈ ലോകത്തിലെ ഏറ്റവും വലിയ 5 ബിസിനസ് കൺസൾട്ടൻസി ഫേംസിനെ കുറിച്ച് ക്ലാസ് എടുക്കുമ്പോൾ അവർക്കൊന്നും അറിയാൻ പാടില്ല. ഈ സ്വപ്ന സുരേഷ് അപ്പോയിന്റ് ചെയ്തൊരു കമ്പനി ഉണ്ട്, നമ്മുടെ പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പേഴ്സ്, കേട്ടിട്ടുണ്ടല്ലോ? ഏതാ കമ്പനി എന്ന് അറിയോ? ലോകത്തിലെ ഏറ്റവും വലിയ 5 കമ്പനികളിലൊന്നാണ്. നമ്മൾ വിചാരിക്കണം അവരിവിടെ ബ്ലാക്ക് ലിസ്റ്റിൽ പെടുത്തി അവരെന്തോ തട്ടിപ്പ് കമ്പനിയാണെന്നൊക്കെ. അല്ല, അവര് ഇന്ത്യയിലെ 11 സ്റ്റേറ്റുകളായിട്ട് കരാറുണ്ട് അവർക്ക്. ഈ ആധാർ യുണീക്ക് ഐഡന്റിഫിക്കേഷൻ, ആധാറിന്റെ പ്രോഗ്രാം അടക്കം നിരവധി പ്രോഗ്രാമുകൾ നടപ്പാക്കുന്നതിൽ അവരുടെ പങ്കുണ്ട്. ഇത് എത്ര പേർക്ക് അറിയാം? ഇപ്പൊ ഐപാക്ക് എന്ന് പറഞ്ഞ കമ്പനി പ്രശാന്ത് കിഷോർ അസോസിയേറ്റ് ചെയ്തിരുന്ന കമ്പനിയാണ്. എത്ര പേർക്ക് അറിയാം? അപ്പൊ അതൊക്കെ അറിയില്ലോ എന്നുള്ളത് കൊണ്ട് പിന്നെ പ്രജിതക്കൊക്കെ മനസ്സിലാവുമല്ലോ. ഈ ടെലിപ്രോംപ്റ്ററിൽ വന്ന കാര്യം അങ്ങോട്ട് വായിക്കുക എന്നുള്ളതല്ലാതെ ഈ ലോകത്തുള്ള വാർത്തകൾ മുഴുവൻ അറിയുന്നവരാണ് മാധ്യമപ്രവർത്തകർ എന്നൊക്കെ ആരും തെറ്റിദ്ധരിക്കരുത്. മനസ്സിലായ? അതിനേക്കാളൊക്കെ കൂടുതൽ അറിവാണ് യൂട്യൂബ് വീഡിയോ എടുക്കുന്നവർക്കുള്ളത്. കാരണം വെച്ചാൽ അവരൊരു കാര്യത്തിന്റെ ആഴത്തിലേക്ക് കുറെ കൂടി പോയിട്ട് മറ്റേന്നൊക്കെ പറഞ്ഞാൽ ടെലിപ്രോംപ്റ്ററിൽ വരുന്ന സാധനം എന്ത് ചെയ്യണം, വായിച്ചു വിടുക. അങ്ങനെ 100 കണക്കിന് 200 കണക്കിന് വാർത്തകൾ. ഞാനൊരു കോമഡി പറയാം താങ്കളോട്. ഒരു വാർത്ത വരികയാണ് കേട്ടോ, അദാനിക്കെതിരെ കേസ്, ന്യൂയോർക്ക് കോടതിയിൽ അദാനിക്കെതിരെ കേസ് എടുത്തു, വൻ അഴിമതി എന്നൊക്കെ പറഞ്ഞ് വാർത്ത വരികയാണ്. റിപ്പോർട്ട് ചെയ്യുന്നത് പല മാധ്യമങ്ങളുടെ ഇന്റർനാഷണൽ ഡെസ്കാണ്. ഞാനിപ്പോൾ പേരൊന്നും പറയുന്നില്ല. എനിക്കിത് ക്യൂരിയോസിറ്റി അടക്കാൻ പറ്റാഞ്ഞിട്ട്, ഒന്ന് ബിസിനസ് എനിക്ക് വളരെ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്, രണ്ടാമത്തേത് അദാനിയുടെ കാര്യവും കൂടി ആയതുകൊണ്ടും അതിലൊരു പൊളിറ്റിക്കൽ വാല്യൂ ഉള്ളതുകൊണ്ട് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒരു 5-8 ഓഫീസുകൾ വിളിച്ചു മാധ്യമങ്ങളിലെ. ഏത്? മലയാളം മാത്രമല്ല, ഈ വാർത്ത കൊടുത്തുകൊണ്ടിരിക്കുന്ന നാഷണൽ മീഡിയകളുടെയും അതിൽ ഏറ്റവും ടോപ്പായിട്ടുള്ള ആളുകൾ വരെ ഞാൻ വിളിച്ച് ചോദിച്ചു. ഞാനിത് റിപ്പോർട്ട് ചെയ്ത ഒരാളുടെ ചോദിച്ചു, എന്താണ് ഈ വാർത്ത, എന്താണ് ഇതിൽ അഴിമതി എന്ന് ചോദിച്ചാൽ പുള്ളിയുടെ അടുത്ത് ഉടനെ അറിയാൻ പാടില്ല, എന്തെങ്കിലും അഴിമതി ഉണ്ടായിട്ടായിരിക്കുമല്ലോ കേസ് വന്നേ. അപ്പൊ ഇതിന്റെ തമാശ എന്താ വെച്ചാൽ, ഈ കേരളത്തിലെയോ ഇന്ത്യയിലെയോ, പിന്നെ ഞാനൊരു ലോയറെ വിളിച്ചു, അപ്പൊ ആർക്കും തന്നെ ഇത് അറിയില്ല.
ഇന്ത്യയിൽ ആർക്കും തന്നെ ഇതറിയില്ല. ലാസ്റ്റ് ഞാൻ എന്ത് ചോദിച്ചാൽ ഞാൻ കുറച്ച് കഷ്ടപ്പെട്ട് ഈ ന്യൂയോർക്കിൽ നിന്നുള്ള 54 പേജുള്ള റിപ്പോർട്ട് കുറ്റപത്രം എടുത്തു. ആ കുറ്റപത്രം മുഴുവൻ വായിച്ചു നോക്കിയിട്ട് മനസ്സിലായില്ല ഇത് എങ്ങനെ അഴിമതി എടുത്തു. കാരണം അവരുടെ $3 ബില്യൺ ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്തു, ഇവിടെ കൈക്കൂലി കൊടുത്തു എന്നാണ്. പക്ഷെ കൈക്കൂലി കൊടുത്തു എന്ന് പറയുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. എന്താണെന്നറിയാമോ? കേരള ഗവൺമെന്റോ ഏത് സ്റ്റേറ്റ് ഗവൺമെന്റോ ആന്ധ്രാപ്രദേശ് ഗവൺമെന്റോ ഒക്കെ തന്നെ നമ്മള് ഈ പറയുന്ന വൈദ്യുതി മേടിക്കുന്ന ഒരു കേന്ദ്ര ഗവൺമെന്റ് സ്ഥാപനത്തിൽ നിന്നാണ്. കേന്ദ്ര ഗവൺമെന്റ് സ്ഥാപനത്തിൽ നിന്നാണ്. അപ്പൊ പിന്നെ എങ്ങനെ അഴിമതി എടുക്കും? അപ്പോഴും ഇത് ക്ലിയർ അല്ല. പിന്നെ ഒരു രാത്രി മുഴുവൻ ശരിക്കും പറഞ്ഞാൽ വളരെ പണിപ്പെട്ട് ഞാൻ ഇതിന്റെ പുറകിലിരുന്ന് അന്വേഷിച്ചപ്പോൾ രാത്രി ഇരിക്കുമ്പോൾ ഒരു വലിയ പ്രശ്നവും കൂടി ഉണ്ട് എനിക്ക്. എന്റെ എപ്പോഴും വലിയ സമയം വേണം. അപ്പൊ ആരെയും വിളിക്കാൻ പറ്റില്ല. ഈ രാത്രി 2 മണി 3 മണിക്കൊക്കെ നമ്മൾ ഇരിക്കുമ്പോൾ നമുക്ക് ഇരിക്കാം, പക്ഷെ അതുപോലെ ബാക്കിയുള്ളവർ കിടന്ന് ഉറങ്ങണേ ഉള്ളൂ. അവർ വിളിക്കാൻ പറ്റില്ല. പിന്നെ ഞാൻ വെളുപ്പിന് രാവിലെ 5 മണി അങ്ങനെ കാത്തു നിന്നിട്ട് വേണം ആരെങ്കിലും വിളിക്കാം. അപ്പൊ അങ്ങനെ വിളിച്ചപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്. ആന്ധ്രാപ്രദേശ് ഗവൺമെന്റ് 2238 കോടി രൂപ കൈക്കൂലി കൊടുത്തതിൽ 1750 കോടി രൂപ മേടിച്ചേക്കുന്നത് ആന്ധ്രാപ്രദേശിലെ ഉദ്യോഗസ്ഥരാണ്. എങ്ങനെ മേടിക്കുന്നു വെച്ചാൽ സ്റ്റേറ്റ് ഗവൺമെന്റ് ഈ പറയുന്ന സോളാർ എനർജി കോർപ്പറേഷൻ എന്ന് പറഞ്ഞ കേന്ദ്ര ഗവൺമെന്റ് കമ്പനിയുമായിട്ട് നമ്മളൊരു കരാറുണ്ടാക്കണം. അതായത് ഒരു പർച്ചേസ് എഗ്രിമെന്റ് ഉണ്ടാക്കണം. ഞങ്ങൾ ഇത് ഇത്ര വൈദ്യുതി നിങ്ങളുടെ കയ്യിൽ നിന്ന് കൂടിയ വിലയാണ്, അവരുടെ കയ്യിൽ കൂടിയ വിലയാണ്, ആ കൂടിയ വിലക്ക് ഞങ്ങൾ മേടിച്ചോളാം എന്ന് പറഞ്ഞ് ഒരു കരാർ ഉണ്ടാക്കിയാലേ ഈ സോളാർ എനർജി കോർപ്പറേഷൻ അദാനിയുടെ കയ്യിൽ നിന്ന് മേടിക്കാൻ പറ്റുള്ളൂ. മനസ്സിലായ? അപ്പൊ അതായത് ഞാൻ ആദ്യം നിങ്ങളുമായിട്ടൊരു കരാർ ഉണ്ടാക്കണം, അതിനാണ് ഈ കൈക്കൂലി. മനസ്സിലായി? നിങ്ങൾ കരാർ ഉണ്ടാക്കിയ പിന്നെ മറ്റവരെന്ത് ചെയ്തോളും? എന്റെ കയ്യിൽ നിന്ന് മേടിച്ചോളും. അങ്ങനെ ഒരു 10,000 കോടി രൂപയെങ്കിലും കൂടിയ വിലക്ക് ഈ സാധനം വിറ്റു. അതാണ് പുള്ളി 2200 കോടി രൂപയിലധികം കൈക്കൂലി കൊടുത്തേക്കുന്നത്. അപ്പൊ ഇത് നമ്മൾ ഒറ്റടിക്ക് നമ്മൾ ഈ കണക്കുകളൊക്കെ എടുത്ത് നോക്കുമ്പോൾ സോളാർ എനർജി കോർപ്പറേഷനിൽ നിന്ന് ആന്ധ്ര ഗവൺമെന്റ് മേടിച്ചിരിക്കുന്നു. അതിനെന്ത് തെറ്റി? കാരണം ഒരു കേന്ദ്ര ഗവൺമെന്റ് കമ്പനി, ഇപ്പുറത്തെ സ്റ്റേറ്റ് ഗവൺമെന്റ് കമ്പനി. അപ്പൊ ഇതൊന്നും ആളുകൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് നമ്മൾ വിചാരിച്ച് കളയരുത്. ഞാൻ ഡൽഹിക്കൊക്കെ വിളിക്കുമ്പോൾ ഏറ്റവും വലിയ തമാശ ഉണ്ട്. ഞാൻ വലിയ ആളുകളൊക്കെയാണല്ലോ വിളിക്കണം. അപ്പൊ അവര് ഫോൺ എടുക്കുമ്പോ ഹലോ പറയൂ രതീഷ്, വാട്ട് കൻ ഐ ഡു ഫോർ യു, ഓക്കെ ടെൽ മീ എന്നൊക്കെ പറഞ്ഞ് വിളിക്കാം. അപ്പൊ ഞാൻ ഈ കാര്യം പറയുന്നതിന് മുമ്പ് വരെ ഭയങ്കര ഷോയും ഇതൊക്കെ ഉണ്ട്. കാര്യം പറഞ്ഞു കഴിയുമ്പോൾ അല്ല അത് that's okay, but we are not we don't have any clarity regarding that, Radish. Sorry, I'm sorry to tell you that we don't have a clarity. Allah, you are reporting that like we are reporting anyway. That's a news now. Okay, അതിൽ രണ്ടുപേരെന്നെ തിരിച്ചു വിളിച്ചു. എനിക്ക് അവരെ ഇഷ്ടപ്പെട്ടു. രതീഷ്, ഹാവ് യു ഫൈൻഡ് എനിത്തിങ്? നിങ്ങൾ എന്തെങ്കിലും കണ്ടുപിടിച്ചോ? എന്നാ പറഞ്ഞാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞ മലയാളത്തിലാണ് വീഡിയോ ചെയ്തേക്കണം. വീഡിയോ ഞാൻ അയച്ചതെന്ന് നിങ്ങൾക്ക് അറിയുമോ അറിയില്ല. അത് കുഴപ്പമില്ല, സബ് ടൈറ്റിൽ ഇട്ട് എന്ത് ചെയ്തോളാം, കണ്ടോളാം. രണ്ടാൾ എന്നോട് ഗംഭീരമായിട്ടുണ്ടെന്ന് തോന്നി. അപ്പൊ ഞാൻ പറഞ്ഞത് ഇതൊക്കെ എല്ലാം അറിയാം എന്നുള്ളതൊന്നും ധരിക്കേണ്ടതില്ല. അപ്പൊ പിന്നെ അങ്ങനെ ഒരാൾക്കൊരു മിസ്റ്റേക്ക് പറ്റിയാൽ അത് ആഘോഷമാക്കേണ്ടതില്ല. ഇവിടുത്തെ ഏറ്റവും അടിസ്ഥാനപരമായ പ്രശ്നം, ആ പ്രശ്നം ഇതാണ്. കാരണം മുഖ്യമന്ത്രി ആ സമയത്ത് ഇനി ബൈമിയെ കോഫി അല്ല, നേരെ ബൈജൂസ് ആപ്പിനെ പോലെയുള്ള വലിയ പല കാര്യങ്ങളോട് വന്നിട്ടുണ്ട്. കോടികളുടെ ഇൻവെസ്റ്റ്മെന്റ് വന്നിട്ടുണ്ട്. പക്ഷെ അതൊന്നും കാര്യമില്ല. അത് ഉദ്ഘാടിക്കാൻ പോകേണ്ട ഒരു സമയമല്ല. മറ്റേ നമ്മുടെ ഇടി ജ്വല്ലറിയുടെ കത്രിക എടുക്കേണ്ട സമയവുമല്ല. അല്ലാതെ അതൊന്നും ഇവിടെ വേണ്ടെന്ന് ആരും പറഞ്ഞില്ല. നിങ്ങൾ ഇങ്ങനെ ഒരു ദുരന്തം നടക്കാണ്, നിങ്ങൾ 3-4 ദിവസത്തേക്ക് മാറ്റി വെക്കുന്നു പറഞ്ഞാൽ ആ പിള്ളേർക്ക് അത് മനസ്സിലാവും, ഒരു മാറ്റി വെച്ചാലേ. ഇനി അതല്ലെങ്കിൽ അവരോട് പറയാ നിങ്ങളുടെ പാരന്റ്സിനെയോ അല്ലെങ്കിൽ പ്രമുഖരായിട്ടുള്ള ആരെങ്കിലും, അല്ലെങ്കിൽ ഞാൻ മന്ത്രി അയക്കാം, അല്ലെങ്കിൽ അവിടുത്തെ MLA എന്ത് ചെയ്യാം, അയക്കാം. നിങ്ങൾ പേരിനൊരു ഉദ്ഘാടനം നടത്തൂ, അല്ലെങ്കിൽ ഒരു സോഫ്റ്റ് ലോഞ്ച് നടത്തും. അത് കഴിഞ്ഞ് ഒഫീഷ്യൽ ലോഞ്ച് നമ്മൾ എന്ത് ചെയ്യാം, വന്നിട്ട് ചെയ്യാം. ഞാനിപ്പോ മരിച്ചവരുടെ വീടുകളിലൊന്ന് പോട്ടെ, കാരണം ജനത്തിന്റെ കൂടെ ഞാനുണ്ട് എന്നുള്ള ധാരണ. അത്രേ ഉള്ളൂ കാര്യം.